നിസാരമായി കാണല്ലേ പെങ്ങള്, നിസാരമായി കാണല്ലേ വാപ്പാ. ലോകത്തിന്റെ അധിപനായ അല്ലാഹ് എങ്ങാനും നിന്നെ എഴുതി തള്ളിയാൽ പിന്നെ ഒരാൾക്കും നിന്നെ നന്നാക്കാൻ കഴിയില്ല. നിന്നെ രക്ഷപ്പെടുത്താൻ അല്ലാഹുവേ പിന്നെ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് ഭയക്കണേ, പേടിക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ. രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാതെ നടക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ എന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെയാ പറയുന്നത്. അല്ലാഹു പറയുകയാണ്, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അഅറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുന്ന രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയോ? ഉസ്താദന്മാര് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് മക്കളെ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണേ, 5 നേരം നിസ്കരിക്കണേ, ധിക്കാരമൊക്കെ മാറ്റണേ, മോനെ ഔറത്ത് മറച്ച് നടക്കണേ, പെങ്ങളെ ശരീരം ഇങ്ങനെ തുറന്നിട്ട് കൊണ്ട് നടക്കരുത്, മോളെ നിന്റെ തലമുടി പോലും ഔറത്താണ്, നിന്റെ ശബ്ദം പോലും ഔറത്താണ്. അതുകൊണ്ടാണ് നീ മറ്റൊരന്യ പുരുഷനോട് സലാം പോലും പറയരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തോതിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാ, ഏ പെണ്ണേ, നിന്റെ തലയിലെ ഒരു രോമം നീ പുറത്തു കാണിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തെ നരകത്തിന്റെ തൊപ്പി അല്ലാഹു നിന്റെ തലയിലേക്ക് ധരിപ്പിക്കുകയാ. പെങ്ങളെ, നരകത്തിലധികവും പെണ്ണുങ്ങളാ, സൂക്ഷിക്കണേ എന്ന് ഉസ്താദന്മാര് പറയുമ്പോ ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ വീട്ടിലെ തീയുണ്ടല്ലോ അതിന്റെ 70 പടച്ചവന് നരകത്തിലെ തീയുടെ 70-ലൊരംശമാണ് നായി ദുനിയാവിൽ കാണുന്ന തീയ്. ഇതിനെ കുറിച്ചൊക്കെ ഇന്നത്തെ യുവതലമുറയോട് പറഞ്ഞ അവർക്ക് വിശ്വാസം വരുന്നില്ലടോ. അവര് ചോദിക്കുന്നു, എന്തൊരു തള്ളലാ ഉസ്താദേ, നരകത്തിലെ തീയുടെ 70-ലൊരംശമാണ് ദുനിയാവിലെ തീ എന്നൊക്കെ പറയുന്നല്ലോ. അല്ലാഹുവേ, നമ്മളെ പരിഹസിക്കുകയാണ്. ഇന്നത്തെ യുവതലമുറയ്ക്ക് വിശ്വാസമില്ലടോ. അവര് ചോദിക്കുന്നത് നരകം എവിടെയായിരിക്കുന്നത്? ഉസ്താദേ, നിങ്ങൾ പറയുന്നത് നരകത്തെ അല്ലാഹു പടച്ചെന്നല്ലേ? അതിരിക്കുന്നത് ആകാശത്തിലാണോ, ഭൂമിയിലാണോ, ഭൂമിയുടെ അടിയിലാണോ, അതോ കടലിനടിത്തട്ടിലാണോ? എവിടെയാണ് അല്ലാഹു ഇത്രയും വലിയ നരകം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് പരിഹസിക്കുന്ന ചെറുപ്പക്കാരാ, ബുദ്ധി കൂടിയ പെങ്ങന്മാരെ, ഞങ്ങളെ നരകത്തെ കുറിച്ച് പറയുമ്പോ നിനക്ക് തമാശയല്ലേ, അതെല്ലാം കോമഡിയല്ലേ, അതൊക്കെ തള്ളലല്ലേ പെങ്ങള്? എന്നാ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ മോളെ? എടാ ചെറുപ്പക്കാരാ, നിന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ മോനെ? എങ്കിൽ കാണുമടാ ചെറുപ്പക്കാരാ. വയല് കേൾക്കുന്ന പെങ്ങളെ, നരകത്തെ കണ്ടാ വിശ്വസിക്കുമോ മോള്? എങ്കിൽ കാണും മോള്. എപ്പോഴാണ് കാണുന്നതെന്നറിയുമോ? പടച്ചവനെ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോതുമ്പോ പടച്ചവനെ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് നാളെ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ, ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളുമല്ല നഗ്നരായിട്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത്. ഇന്ന് നിന്റെ തലയുടെ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, 15,15,00,000 കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല. എന്നാ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചെമ്പിന്റെ തറയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോ അല്ലാഹു ഈ സൂര്യനെ അങ്ങ് താഴ്ത്തുകയാണ്. സിറാജിന്റെ തലയുടെ ഒരു ചാണ് മുകളിലാ. ഓരോ മനുഷ്യന്റെയും തലയുടെ ഒരു ചാണ് മുകളിലേക്ക് അല്ലാഹു ഈ സൂര്യനെ അങ്ങ് താഴ്ത്തുമ്പോ
ഇതൊന്നും ഒരു ചൂടല്ലടോ, ഇതൊന്നും ഒരു വിയർപ്പല്ലടോ. ഇട്ടിരിക്കുന്ന ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ സങ്കടം പെടുന്ന പെങ്ങളെ, ചൂടാണ് ചൂടാണെന്ന് പറയുന്ന ഉമ്മ, ഇതൊക്കെ ഒരു ചൂടാണോ ഉമ്മ? അതൊക്കെ എവിടെയാണെന്നറിയോ? ചൂടെവിടെയാണെന്നറിയോ? വിയർപ്പ് എവിടെയാണെന്നറിയുവോ? ചൂടുള്ള നാളുണ്ടേ കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാ കോള. പെങ്ങളെ, എടാ ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മ ചോറ് വെക്കുന്നത് കണ്ടിട്ടുണ്ടോ മോനെ? അടുപ്പത്തിരിക്കുന്ന കരത്തിനകത്ത് ചോറ് കിടന്നിട്ട് ഇങ്ങനെ തിളച്ച് 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 പാത്രത്തിന്റെ മുകളിലൂടെ വെളിയിലേക്ക് വീഴുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ട് മുഖത്ത് കൂടെ ഒഴുകുന്ന ദിവസമാണ് മസ്സറാ. യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ എന്റെ നാശമേ എന്ന് നിലവിളിക്കുന്ന പരലോകമുണ്ടല്ലോ. ആ ചെമ്പിന്റെ തറയിൽ കോടാനി കോടാനി വരുന്ന ജനങ്ങൾ മുഴുവനും നിൽക്കുമ്പോ അതാ മുഖറബുൽ അംലാക്കും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്ത് ചെല്ലുകയാ. മാലിക്കേ, നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. മാലിക്കേ, എങ്ങനെയാണ് ജിബ്രീൽ, എങ്ങനെയാണ് ജിബ്രീൽ ഈ നരകത്തെ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാണ്? ജനങ്ങൾക്ക് താങ്ങാൻ കഴിയില്ലല്ലോ. അതാ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ ജിബ്രീൽ പറയുന്നു, അല്ലാഹുവിന്റെ കൽപ്പനയാ, അല്ലാഹുവിന്റെ കൽപ്പനയാ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് പടച്ചവനെ അതാ അനുയായികളെ വിളിക്കുകയാണ്, തന്റെ അനുയായികളെ വിളിക്കുകയാണ്. ചങ്ങലയെടുത്തു കൊണ്ടുവരാൻ, ചങ്ങലയെടുത്തു കൊണ്ടുവരാറ്. പടച്ചവനെ 70,000 ചങ്ങലകൾ വലിച്ചു കൊണ്ടുവരികയാണ്, 70,000 ചങ്ങലകൾ വലിച്ചു കൊണ്ടുവരികയാണ്. നരകത്തെ അങ്ങ് ബന്ധിപ്പിക്കുകയാണ്. എടാ ചെറുപ്പക്കാരാ, മോനെ, ചങ്ങല കൊളുത്തുകൾ കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്, കൊളുത്തുകൾ ചേർത്തു വച്ചല്ലേ ചങ്ങല ഉണ്ടാക്കുന്നത്. എന്നാ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയുടെ വലുപ്പമല്ല, അതിലെ ഒരു കൊളുത്തിന്റെ വലുപ്പം അറിയുമോ? ഈ കാണുന്ന ദുനിയാവ് മതിയാകില്ല. ഈ കാണുന്ന പ്രപഞ്ചത്തിനേക്കാൾ വലുപ്പമുള്ള കൊളുത്തുകൾ കൊണ്ടാണ് ആ ചങ്ങല പണിതിരിക്കുന്നത്. 70,000 ചങ്ങല കൊണ്ടുവന്ന് നരകത്തെ കെട്ടിയിട്ട് ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള് കരഞ്ഞുകൊണ്ട് തലതാട്ടി പിടിച്ചുകൊണ്ട് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് ആ നരകത്തെ കൊണ്ടുവരുമ്പോ എവിടെയാണ് ഉസ്താദേ, എവിടെയാണെന്ന് ചോദിച്ച പെണ്ണേ, നീ അല്ലാഹുവോട് പറയുന്നത് എന്തെന്നറിയുമോ? റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. എടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ കൊണ്ടുവരുന്ന രംഗം കാണുമ്പോ നീ അല്ലാഹുവെ വിളിക്കുന്നു, റബ്ബനാ
എന്റെ രക്ഷിതാവായ അല്ലാ അബ്സറിനാ നരകം കണ്ടു റബ്ബേ, നരകത്തിന്റെ വലിപ്പം കണ്ടു റബ്ബേ, നരകത്തിന്റെ ശിക്ഷ കണ്ടു റബ്ബേ, നരകത്തിന്റെ തീ കണ്ടു റബ്ബേ, വസമിഅനാ ആ നരകം കടന്ന് അട്ടഹസിക്കുന്നത് ഞാൻ കേൾക്കുന്നു അല്ലാ. വിശ്വാസമായി പടച്ചവരെ ഫർജിഅനാ ഫർജിഅനാ തെണ്ടുമടാ ചെറുപ്പക്കാരാ. പെങ്ങളെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ കിടന്നിട്ട് നീയൊക്കെ യാചിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുമ്പോ ഉസ്താദന്മാര് പറയുമല്ലോ, മക്കളെ നിസ്കരിക്കണേ, ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഉസ്താദന്മാര് പറയുന്നു, മക്കളെ 5 നേരം നിസ്കരിക്കണം, 5 നേരം നിസ്കരിക്കണം, എങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയൂ. എടാ ബാങ്ക് വിളിക്കുന്നടാ. ഇങ്ങനെ പള്ളിയുടെ പരിസരത്ത് ഈ പോസ്റ്റിന്റെ മുകളിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരോട്, മക്കളെ ബാങ്ക് വിളിക്കുന്നടാ. മുഅദ്ദിന് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് ബാങ്ക് വിളിക്കാനല്ല, അല്ലാതെ പാട്ട് പാടാനല്ല. ഓന്റെ ജോലി ചെയ്യുന്നതിന് ഞാനിപ്പോ എന്നാ ചെയ്യാനാ? എടാ പള്ളിക്കകത്ത് നിസ്കാരം നടക്കുന്നു, ഇമാമിന്റെ ജോലി ചെയ്യുന്നു. എനിക്ക് വെള്ളിയാഴ്ച 1 മണിക്ക് മാത്രം ഒന്ന് കയറി തല കാണിച്ചാൽ മതി. അത് നമ്മുടെ ജീവിതം. നിസ്കരിക്കാൻ പറയുമ്പോ നമുക്ക് വല്ലാത്ത മടി. അതൊക്കെ പ്രായമുള്ളവർക്കും ഉസ്താദന്മാർക്കും അല്ലേ, ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കാനല്ലേ. എടാ മോനെ, കള്ളു കുടിക്കരുത്, കഞ്ചാവടിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഒന്നും ഉപയോഗിക്കരുത്. മോനെ, നിന്റെ തൊണ്ടയ്ക്ക് താഴെ 1 തുള്ളി കള്ളിറങ്ങിയ എടാ നീ നരകത്തിലാടാ, നീ രക്ഷപ്പെടൂലടാ ചെറുപ്പക്കാരാ. എടാ കള്ളു കുടിക്കുന്നവൻ നീ മനസ്സിലാക്കേണ്ടത്, കള്ളു കുടിക്കുന്നവന്റെ കൂടെ നടക്കാൻ പാടില്ല, കള്ളു കുടിക്കുന്നവന്റെ കൂടെ സഹവസിക്കാൻ പാടില്ല, അവന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, അവനുമായിട്ട് നീ ഇരിക്കാൻ പാടില്ല, അവനോട് സലാം പറയാൻ പാടില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കള്ളുകുടിയന്റെ കൂടെ പോലും നടക്കാൻ പാടില്ലെന്ന, കഞ്ചാവ് അടിക്കുന്നവന്റെ കൂടെ പോലും നടക്കരുത്, കാരണം അത്രത്തോളം വലിയ പാപം ചെയ്യുന്നവനവൻ. അതൊക്കെ പറയുമ്പോ ഉസ്താദ് ഒന്ന് വലിച്ചു നോക്കും. ഉസ്താദിനൊന്നും അറിയാഞ്ഞിട്ടാ. ഇന്നത്തെ ചെറുപ്പക്കാര് കളിയാക്കലും പരിഹാസവും ഇത്തിരി കൂടുതലാ. ഇന്നത്തെ കുട്ടികളുടെ മക്കളെ നിങ്ങൾ ഈ പെൺകുട്ടികളോട് പറയുന്നു, നിങ്ങൾ ശരീരം മറച്ച് നടക്കുക, നിങ്ങൾ ഇങ്ങനെ ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കരുത്, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം, നിങ്ങൾ ഹറാമ് ചെയ്യരുത്, വ്യഭിചരിക്കരുത്, അന്യപുരുഷന്മാരുമായിട്ട് ഇടകലരുത്. ഉസ്താദിന് കിട്ടാത്തോണ്ടാ ഉസ്താദ് അങ്ങനെയൊക്കെ പറയുന്നേ. നിങ്ങളുടെ ഇന്നത്തെ യുവതലമുറ പറയുന്നത്, ഉസ്താദ് നിങ്ങൾ എത്ര വഴുതു പറഞ്ഞാലും ഞങ്ങൾ മാറൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ കുട്ടികൾ പറയുന്നത്, നിങ്ങൾ എത്ര തലകുത്തി കടന്നു പറഞ്ഞാലും ഞങ്ങൾ മാറൂല. കാരണം ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ഈ ജീവിതം സുഖിക്കാനുള്ളതാണ്. നിങ്ങൾ പറയുന്നത് പോലെ മരണത്തിന് ശേഷമുള്ള ആ സ്വപ്ന ലോകത്തിന് വേണ്ടി മാറ്റിവെക്കാനുള്ളതല്ല, ഇത് ആസ്വദിക്കാനുള്ളതാണെന്നാ പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരും. ഞാൻ ഇരുന്നോട്ടെപ്പാ, എനിക്ക് ചെറുതായിട്ട് തല കറങ്ങുന്നുണ്ട്, ഇരുന്നോട്ടെ. ബ്ലഡ് കുറവായത് കാരണം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ബ്ലഡ് കുത്തിയിടാൻ. ഞാനാണെങ്കിൽ ഇനി വേറൊരു ബ്ലഡ് കുത്തിക്കയറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നടക്കാം. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. കാശില്ലാത്ത ഒരു ഉപദേശം നമ്മളെപ്പോഴും വഅദ് പറയുമ്പോൾ ഈ പെണ്ണുങ്ങളെ ശ്രദ്ധിക്കണം. ഞാനാണെങ്കിൽ 9 വർഷം മുമ്പ് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന്. പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന്. എനിക്കിപ്പോ 29 കേസുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ കേട്ടോ. 29 കേസാണ്. എന്തിന്? പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്നു എന്ന് പറഞ്ഞതിൽ മാത്രം. വനിതാ കമ്മീഷൻ പരലോകമൊക്കെ ഉണ്ടോ? അള്ളാഹു നമ്മുടെ പരലോകം നന്നാക്കി തരുമാറാകട്ടെ. എപ്പോഴാണ് ഈ പണ്ടാരം വരണേന്നറിയില്ല. അതുകൊണ്ട് ലൈവ് എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാ. എന്തെങ്കിലും പറഞ്ഞ സത്യത്തിൽ ഈ പെണ്ണുങ്ങളെ എടീന്ന് പോലും വിളിക്കാൻ പാടില്ല എന്നാ, അതും കുറ്റമാ. ഭാര്യമാരെ ഒന്നും അങ്ങനെ വിളിക്കണ്ട കേട്ടോ. അള്ളാഹു നമുക്കൊക്കെ നല്ല ജീവിതം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ മക്കളൊക്കെ ചാനലിൽ കയറി എന്നിട്ട് ഇതൊക്കെ കുറെ അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തില് ചില എന്താ പറയാ അറിവ് കൂടിയവര് കളിയാക്ക കുട്ടികൾ പഴയ അവരൊക്കെ അതൊക്കെ ഇങ്ങനെ പുച്ഛത്തോടു കൂടി പറയുന്നു. ഇതൊക്കെ പഴഞ്ചൻ ആചാരങ്ങൾ എന്നാ പറയുക. ഇതൊരു ധൈര്യമെന്നറിയോ? അവരുടെ കൂടെ നിൽക്കാനും വിളിക്കാനും ആളുണ്ട്. ഞങ്ങൾക്ക് എന്തും പറയാനുള്ള അവകാശമുണ്ട്.
ജീവിതം ആസ്വദിക്കാനുള്ളത് ആസ്വദിക്കും മക്കളെ. നിങ്ങളോട് ആരെങ്കിലും ആസ്വദിക്കണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞോ? ഈ ഫാൻ തിരിച്ചു വെച്ചു. നിങ്ങളോട് ആസ്വദിക്കണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞു. ഉസ്താദ്മാർക്ക് വെച്ച് എനിക്ക് വേണ്ട. നിങ്ങൾ ആസ്വദിക്കണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞു. ആസ്വദിക്ക്, നിങ്ങൾ എന്ത് വേണേലും ചെയ്യ്. നമ്മളിപ്പോ എന്താ അതൊക്കെ പറയാ? പണ്ടൊരു മുസ്ലിം പെൺകുട്ടി ഒരു അമുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര വാർത്തയായിരുന്നു, വലിയ സങ്കടമായിരുന്നു. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി ഒരു അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞപ്പോ കമന്റ്സ് ഉണ്ട് അതിന്റെ താഴെ ഇങ്ങനെ കമന്റ്സ് എഴുതിയപ്പോ ഒരു പയ്യൻ എഴുതിയ ഒരു കമന്റ്സ് എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നു. അവൻ പറയുന്നു, പോയതൊക്കെ പോകട്ടെടാ, സ്വർഗത്തിൽ അത്രയും സ്ഥലം ഒഴിഞ്ഞു കിട്ടിയില്ലേ, നമുക്കവിടെ പോയി അടിച്ചു പൊളിക്കാന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പോയതൊക്കെ പോകട്ടെ, നമ്മളിപ്പോ എന്തിനാ നോക്കണേ? ഞാൻ ആ പയ്യൻ പറഞ്ഞ മറുപടിയോട് ഞാൻ ഇപ്പോഴും മനസ്സുകൊണ്ട് ഓൻ പറഞ്ഞല്ലേ നമ്പർ, പോയതൊക്കെ പോകട്ടെ, അത്രയും സ്ഥലം ഒഴിഞ്ഞില്ലേ, നമുക്കവിടെ പോയിട്ട് അടിച്ചു പൊളിക്കാം, അല്ല നമുക്കൂടെ പോകാന്നല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, തെറ്റ് ചെയ്യണോ, നിങ്ങൾക്ക് ആസ്വദിക്കണോ, നിങ്ങൾക്ക് അടിച്ചു പൊളിക്കണോ? ഞങ്ങൾ ഇങ്ങനെ പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അനുസരിക്ക്. നിങ്ങൾ കളിച്ചും ആസ്വദിച്ചും സുഖിച്ചും നിങ്ങളുടെ കൂടെ നിൽക്കാനും പിടിക്കാനും എല്ലാ ആളുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പരിഹാസവും കളിയാക്കലും. ഒരു പ്രഭാഷണം കേട്ടാൽ ആ പ്രഭാഷണത്തിന്റെ അടിയിൽ കയറിയിട്ട് നമ്മുടെ സമുദായം നാണം കെടുത്തുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ മോശമാക്കുന്ന രീതിയിലാണ് കമന്റ്സ് എഴുതുന്നത്, പരിഹസിക്കുന്നത്, കളിയാക്കുന്നത്. എല്ലാം നിനക്കൊരു ബലമാണ്, നിന്റെ കൂടെ ആളുണ്ടെന്നുള്ള ധൈര്യമാണ്. എന്നാ ചെറുപ്പക്കാരാ, ഞാൻ നിനക്ക് അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് പറഞ്ഞു തരാം. ആസ്വദിക്കണോ, അടിച്ചു പൊളിക്കണോ, സുഖിക്കണോ, എന്തു വേണമെങ്കിലും ചെയ്യ്. എന്നാ നീ ഒരു കാര്യം മറന്നു പോകരുത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പെങ്ങളെ പറയുകയാ, വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്. വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷാ. വ്യഭിചാരത്തിലേക്ക് അടുക്കുന്നത് പോലും ചെയ്യരുതെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പെങ്ങളോട് പറയുകയാണ്, കൂടെ പഠിക്കുന്ന ഒരുത്തം വന്ന് നിന്റെ ശരീരത്ത് തൊട്ടാൽ, പെങ്ങളെ തെറ്റല്ലേ മോളെ, വ്യഭിചാരമല്ലേ മോളെ, ഹറാമല്ലേ മോളെ, എന്തുകൊണ്ട് നിനക്ക് തിരുത്താൻ കഴിയുന്നില്ല? എന്റെ പെങ്ങളോട് പറയുകയാ, സ്നേഹം കൊണ്ട് പറയുകയാ, മോളെ, നിന്റെ ശരീരത്ത് കൂടെ പഠിക്കുന്ന ഒരുത്തം നിന്റെ ശരീരത്ത് തൊട്ടാ അവനോട് പറയണം, എടുക്കടാ കയ്യ്, ഇത് വ്യഭിചാരമാടാ, ഇത് പാപമാടാ എന്ന് പറയാ നിനക്ക് കഴിയണം. അതിനപ്പുറം പറഞ്ഞാൽ പെങ്ങളെ അവൻ നല്ലവനല്ല മോളെ, നിനക്ക് ഞാൻ തെളിവ് സഹിതം പറഞ്ഞു തരാം, നിന്റെ ശരീരത്തെ തൊടുന്നവൻ നല്ലവനല്ല. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, കൂടെ പഠിക്കുന്ന ഒരുത്തി ഓടി വന്ന് നിന്റെ കയ്യിൽ പിടിച്ച തോളത്ത് കൈയിട്ട നിന്റെ കൂടെ നടന്ന എന്റെ കൂട്ടുകാരനോട് പറയുന്നു, മോനെ അവള് നല്ലവളല്ല, അവള് നല്ലവളല്ലടാ. തെളിവ് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബീബിയെ കുറിച്ച് സഫ്വാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയുമായി ചേർത്ത് വെച്ചിട്ട് വ്യഭിചാര ആരോപണം നടത്തുകയാണ്. പടച്ചവനെ, അല്ലാഹുവിന്റെ റസൂൽ ആരോടും മിണ്ടുന്നില്ല, നബി തങ്ങൾ ഒരാളോടും മിണ്ടുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കും, വീടിന്റെ അകത്ത് കയറിയിരിക്കുകയാണ്. അപ്പോഴാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളെ നബി തങ്ങളെ കാണാമെന്നോ അല്ലാഹുവിന്റെ റസൂലിനോട് അനുവാദം ചോദിച്ചു. ഉമർ തങ്ങളെ വീടിന്റെ അകത്ത് കയറി ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഉമറേ, ആയിഷയെ കുറിച്ച് ജനങ്ങൾ പറയുന്നത് കേട്ടില്ലേ ഉമറേ, നീ വിശ്വസിക്കുന്നുണ്ടോ ഉമറേ, നീ വിശ്വസിക്കുന്നുണ്ടോ ഉമറേ? ഉമർ തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല നബിയേ, ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച തെളിവുകൾ മുഴുവനും ആയിഷയ്ക്കെതിരാണല്ലോ, തെളിവുകൾ മുഴുവനും ആയിഷയ്ക്ക് എതിരാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നീ വിശ്വസിക്കാത്തത്? ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്,
ആയിഷയെ വിവാഹം കഴിക്കാൻ പറഞ്ഞതാരാ നബിയേ? ആയിഷയെ വിവാഹം കഴിക്കാൻ പറഞ്ഞതാരാ നബിയേ? അല്ലാഹയല്ലേ പറഞ്ഞത്? ആയിഷയെ വിവാഹം കഴിക്കാൻ പറഞ്ഞത് അല്ലാഹയല്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയുമോ? വലാ തഖറബുസിനാ ഇന്നഹു കാന ഫാഹിശാ വസാഅ സബീലാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ വസാഅ സബീലാ. എന്റെ പ്രിയപ്പെട്ടവരെ, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്. വ്യഭിചാരമെന്ന് പറയുന്നത് മോശമായ വൃത്തികെട്ട ഒരു പ്രവൃത്തിയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു വസാഅ സബീലാ. അത് ചെയ്യുന്നവർക്ക് ക്വാളിറ്റി ഇല്ലടോ. ആ വ്യഭിചരിക്കുന്നവർക്ക് ക്വാളിറ്റി ഇല്ലടോ. ക്വാളിറ്റി ഇല്ലാത്തവരാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതാ ഉമർ തങ്ങൾ ചോദിക്കുകയാണ്, ആയിഷ ബീവി ക്വാളിറ്റി ഇല്ലാത്ത ഒരു പെണ്ണാണോ? ഒരു ക്വാളിറ്റി ഇല്ലാത്ത പെണ്ണിനെ അല്ലാഹു നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറയുമോ നബിയേ? ഒരിക്കലും ആയിഷ വ്യഭിചരിക്കില്ല നബിയേ. എന്റെ പെങ്ങളോട് പറയുകയാണ്, നിന്റെ ശരീരത്ത് തൊടുന്നവന് ക്വാളിറ്റി ഇല്ലാത്തവനാ. ഉസ്താദന്മാരിയ്ക്കുന്നത് കൊണ്ട് പച്ച മലയാളത്തിൽ ഞാൻ പറയുന്നില്ല. എടാ ചെറുപ്പക്കാരാ, നിന്റെ ശരീരത്ത് തൊടുന്നവള് ക്വാളിറ്റി ഇല്ലാത്തവളാ. നിന്റെ ശരീരത്ത് തൊടുന്നവള് പച്ച മലയാളത്തിൽ പറഞ്ഞ അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പച്ച മലയാളത്തിൽ ഉസ്താദന്മാരിയ്ക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഞങ്ങൾ എന്തു പറഞ്ഞാലും നിങ്ങൾക്ക് മാറ്റമില്ല. എന്നാ ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് നിനക്കറിയുമോ? ഇഖ്റഅ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇത് ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത്. ഇനി അവസാനത്തെ ആയത്ത് അറിയുമോ പെങ്ങള്? പഠിക്കണേ പൊന്നുമോള്. എടാ ചെറുപ്പക്കാരാ, ഏതായത്ത് മറന്നില്ലെങ്കിലും ഈ ആയത്ത് നീ ഓർത്തു വെച്ചോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനമായി ഇറങ്ങിയ ആയത്താണ്. പടച്ച റബ്ബേ, ഒരിക്കൽ യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്ത് കടന്നു പോകുമ്പോ ഒരു നാട്ടിലൂടെ കടന്നു പോവുകയാണ്, ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോവുകയാണ്. ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ യഹൂദിയായ ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാണ്. ആ പെണ്ണിനോട് പ്രണയം തോന്നുകയാണ്, ആ പെണ്ണിനോട് ആഗ്രഹം തോന്നുകയാണ്. അവസാനം ആ ചെറുപ്പക്കാരൻ ആ പെണ്ണിന്റെ ചാരത്തേക്ക് തന്റെ ആഗ്രഹം പറയാ പോകുമ്പോ കൂടെ വന്നവര് തടഞ്ഞു, പോകല്ലേ, പാവമാ പാവമാ. അവസാനം ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പോയിട്ട് ആ യഹൂദിയായ പെണ്ണിനോട്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിന്നോടൊപ്പം ശയിക്കാൻ എനിക്ക് മോഹമുണ്ട്. ആ യഹൂദ പെണ്ണ് പറഞ്ഞു, നീ എന്റെ മതത്തിലേക്ക് കടന്നു വന്ന നിനക്ക് ഞാൻ എന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരാ. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് മതം മാറുകയാണ്, ആ പെണ്ണിന്റെ കൂടെ കൂടുകയാണ്. സ്വഹാബത്തിന് വല്ലാത്ത സങ്കടമായി. യുദ്ധം പോലും പരാജയപ്പെടാൻ കാരണമായി. ഒരുപാട് നാടുകൾ കഴിഞ്ഞു. അല്ലാഹുവേ, ആ ഗ്രാമത്തിലൂടെ അന്ന് യുദ്ധത്തിന് വന്ന ഒരു സ്വഹാബി ആ ഗ്രാമത്തിലൂടെ പോകുമ്പോ അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ പടച്ചവനെ, പണ്ട് ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഒരു പെണ്ണിനെ കണ്ടപ്പോ മതം മാറിയിട്ട് അവളുടെ കൂടെ പോയ ചെറുപ്പക്കാരൻ ഈ നാട്ടിലുണ്ടല്ലോ, അവനെ കണ്ടുപിടിക്കുകയാണ്, അവനോട് തന്റെ സർവ്വകാര്യങ്ങളും ചോദിക്കുകയാണ്. അവസാനം അവിടെ നിന്ന് ചോദിച്ചു, മോനെ, നീ ഹാഫിളായിരുന്നല്ലോ, സാധാരണ ആളല്ല, അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനായിരുന്നല്ലോ, ഒരു സൂറത്തെങ്കിലും നിനക്കോർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനില് ഒരു സൂറത്തെങ്കിലും നിനക്കോർമ്മയുണ്ടോ? ചെറുപ്പക്കാരൻ നിറകണ്ണുകളോടെ പറയുകയാ, എല്ലാം മറന്നുപോയി, എല്ലാം മറന്നുപോയി. പക്ഷേ ഒരായത്ത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്.
ഒരേ ഒരായത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഏതായത്തും അറിയോ? അതുകൊണ്ട് വഅദ കേൾക്കാമെന്ന് എല്ലാവരോടും പറയുകയാ. ആസ്വദിക്കണോ, അടിച്ചു പൊളിക്കണോ, തോന്നിവാസികളെ പോലെ നടക്കണോ? പടച്ച റബ്ബ് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് ആ അല്ലാഹനെ തന്നെ പുറങ്കാല് കൊണ്ട് ചവിട്ടികെട്ട് നിനക്ക് ആസ്വദിക്കണോ? എന്നാൽ അല്ലാഹു പറയുകയാ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, എന്റെ സഹോദരിമാരോട് പറയുകയാ, അല്ലാഹു ചോദിക്കുകയാ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നീയൊക്കെ എവിടെ പോകാനാടാ മക്കള്? പെങ്ങളെ, നീയൊക്കെ എവിടെ പോകാനാണ്? ഓന്തോടിയാൽ എവിടെ വരെ ഓടും? അതിനൊരു പരിധിയുണ്ടടോ. നീയൊക്കെ എവിടെ പോയാലും നീയൊക്കെ ഓർത്തു വെച്ചോ പെങ്ങളെ, നീയൊക്കെ എഴുതി വെച്ചോ. നീയൊക്കെ എവിടെ പോയാലും ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് വരുമ്പോ നീ എവിടെ പോകാനാ? കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വദന്ന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. വിളിക്കടാ, നിന്റെ റൂഹ് പിടിക്കാമെന്നതാണ്. ആരെ വേണമെങ്കിലും വിളിക്കാൻ അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്ന സമയത്ത് നീ എവിടെ പോകാരാ? നിന്നെ പോലെ ആസ്വദിച്ച് നടന്നിരുന്ന പലരും ഇന്ന് പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്താട്. അതുകൊണ്ട് പടച്ച റബ്ബ് പറയുകയാണ്, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. നീയൊക്കെ എവിടെ പോയാലും എന്റെ മുമ്പിലേക്ക് തന്നെ നിന്നെയൊക്കെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. നീയൊക്കെ ഓർത്തു വെച്ചോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമിനോട് പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാ. എന്റെ കലാമിനെ പരിഗണിക്കാത്തവര്, എന്റെ കലാമിനെ നിസാരമാക്കിയവര്, എന്റെ കലാമിനെ അവഗണിച്ചവര്, അല്ലാഹു പറയുന്നു, ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹു പറയുകയാണ്, ഒരുക്കി വെച്ചിട്ടുണ്ട് കഠിനമായ ശിക്ഷ, ഭയാനകമായ ശിക്ഷ അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ കലാമിനെ പരിഗണിക്കാതെ വരുമ്പോ അല്ലാഹു തരുന്ന രണ്ടാമത്തെ ശിക്ഷയാണ്. ഇനി മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ഒരായത്ത് കൂടെ പഠിക്കാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കൂടെ പഠിക്കാ. മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുവോ? വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻഖാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. മൂന്നാമത്തെ ശിക്ഷ ഉറങ്ങല്ലേ സഹോദരാ, വാപ്പാ ഉറങ്ങല്ലേ, നല്ലതുപോലെ കേൾക്ക് വാപ്പാ. ഈ പറയുന്ന ഒരു കാര്യം നീ നല്ലതുപോലെ കേൾക്ക്. അല്ലാഹു പറയുന്നു, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻഖാ.
നീ എപ്പോഴും ചോദിക്കാറുണ്ടല്ലോ, ഉസ്താദേ നല്ല കച്ചവടമായിരുന്നു, നല്ല പൈസയായിരുന്നു, നല്ല ജീവിതമായിരുന്നു, ചെറിയ ഒരു കടയാണെങ്കിലും എന്റെ കാര്യങ്ങൾ മുഴുവനും നടക്കുമായിരുന്നു. ഇന്നെല്ലാം പോയി ഉസ്താദ്, എല്ലാ തകർന്ന് തരിപ്പണമായി ഉസ്താദ്. ജീവിതം മുഴുവനും തലതിരിഞ്ഞിരിക്കുകയാണ്. സമാധാനമില്ല, സന്തോഷമില്ല. നിന്നെ സാമ്പത്തികമായി പടച്ച റബ്ബ് തകർത്തിരിക്കുകയാ. സർവ്വതും പോയല്ലോ, എല്ലാം പോയല്ലോ, എല്ലാം പോയല്ലോ. ആരും കൂടോത്രം ചെയ്തിട്ടല്ല, ആരും മുട്ട കുടിച്ചിട്ടിട്ടല്ല, ആരെങ്കിലും നശിപ്പിക്കാൻ നോക്കിയിട്ടല്ല. എന്തുകൊണ്ടാണ് നിന്റെ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ടു പോയത്? നിന്റെ മഈഷത്തിനെന്ത് പറ്റിയതെന്നറിയോ? അല്ലാഹു പറയുകയാ, ഞാൻ തന്നെയാ തകർത്ത് കളഞ്ഞത്, ഞാൻ തന്നെയാ തകർത്ത് കളഞ്ഞത്. നിന്നെ ഞാൻ, നിന്റെ കച്ചവടമില്ലാതാക്കിയത് ഞാൻ തന്നെയാണ്. നിന്റെ ജീവിതം മുഴുവനും തലമറിച്ചത് ഞാൻ തന്നെയാണ്. നിനക്ക് സമാധാനമില്ലല്ലോ, നിനക്ക് സന്തോഷമില്ലല്ലോ, നിന്റെ ജീവിതം മുഴുവനും തകർന്നു പോയല്ലോ. എന്തു പറ്റിയെന്ന് അപരാധി പറയുന്ന പെങ്ങളെ, فإن له معيشة ضنكا. നീയൊക്കെ ഖുർആനിനെ പരിഗണിക്കാതെ വന്നപ്പോ, അല്ലാഹുവിന്റെ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ വന്നപ്പോ അതിനെയൊക്കെ നിസാരമാക്കിയില്ലേ? അതിനെയൊക്കെ നീ നിസാരമാക്കിയില്ലേ? സൂറത്തു യാസീനെ കടക്കകത്ത് കയറിയാ നീ ഓണാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നീ ഫോൺ വിളിക്കുകയാണ്. കടക്കകത്തിരുന്ന് പടച്ചവനെ അതാ മൊബൈൽ ഖുർആൻ ഓതുന്നു, നീ മറ്റു മൊബൈലിൽ കളിക്കുകയാണ്. കച്ചവടത്തിന് വേണ്ടി ഖുർആനിനെ നീ നിസാരമാക്കിയില്ലേ? നീ പരിഗണിച്ചില്ലല്ലോ. പടച്ചവനെ, ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തോതിയിട്ട് നിന്നോടൊക്കെ പലതും പറഞ്ഞപ്പോ നീ പരിഹസിച്ചവനല്ലേ? നിന്റെ ജീവിതം അല്ലാഹു തകർത്ത് കളഞ്ഞടോ. നിന്റെ ദുനിയാവ് തകർത്തല്ലോ. ഏ സഹോദരാ, ഏ സഹോദരി, നീ തന്നെ പറയുന്നു മരിച്ചാ മതിയെന്ന്, നീ തന്നെ പറയുന്നു മരിച്ചാ മതിയെന്ന്. ആത്മഹത്യ ചെയ്യാൻ തോന്നുന്ന ഉസ്താദ്, സമ്പത്തില്ലാഞ്ഞിട്ടല്ല, വണ്ടിയില്ലാഞ്ഞിട്ടല്ല, വീടില്ലാഞ്ഞിട്ടല്ല, ഭാര്യയില്ലാഞ്ഞിട്ടല്ല, മക്കളില്ലാഞ്ഞിട്ടല്ല. അല്ലാഹു നിനക്കെല്ലാം തന്നിട്ടും നീ പറയുന്നു മരിച്ചാ മതിയെന്ന്. എവിടെ എത്തിയടോ നീ? ഇത് അല്ലാഹുവിന്റെ ഖുർആനിനെ പരിഗണിക്കാത്തതിന് റബ്ബ് തന്ന ശിക്ഷയാ പെങ്ങളെ. ഈ ദുനിയാവിലെ സർവ്വതും നഷ്ടപ്പെടുകയാണ്, ഈ ദുനിയാവിലെ സർവ്വതും നഷ്ടപ്പെടുകയാണ്. അതുമാത്രമല്ല, അതുമാത്രമല്ല, പടച്ചവനെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. ഖാല റബ്ബി ലിമ ഹസർതനി അമാ വഖദ് കുന്തു ബസീറാ. നിന്റെ കണ്ണ് കാണുന്നില്ല, നിന്റെ ചെവി കേൾക്കുന്നില്ല. അന്ധനെ പോലെ, ബദിരനെ പോലെ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നീ അല്ലാഹുവോട് ചോദിക്കുന്നു, റബ്ബേ, ദുനിയാവിലെ കണ്ണ് കാണുമായിരുന്നല്ലോ, ചെവി കേൾക്കുമായിരുന്നല്ലോ, ഇന്നെന്തു പറ്റി റബ്ബേ? അല്ലാഹുടെ മറുപടി എന്തെന്നറിയുമോ? ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലിക അൽയൗമ തുൻസാ. പൊട്ടം കളിച്ചവനല്ലേ, കാണാത്തവനെ പോലെ അഭിനയിച്ചവനല്ലേ, കേൾക്കാത്തവനെ പോലെ അഭിനയിച്ചവനല്ലേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉസ്താദ് പറഞ്ഞു പള്ളികൾക്ക് കൊടുക്കാൻ, പാപങ്ങൾക്ക് കൊടുക്കാൻ, യതീമീങ്ങൾക്ക് കൊടുക്കാൻ മനസ്സില്ലായിരുന്നല്ലോ, മനസ്സില്ലായിരുന്നല്ലോ. അന്ന് കാണാത്തവനെ പോലെ നടന്നില്ലേ, കേൾക്കാത്തവനെ പോലെ നടന്നില്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, അഭിനയിച്ചവരാണ്, അഭിനയിച്ചവരാണ്, പരിഹസിച്ചവരാണ്. അതുകൊണ്ട് ഇന്ന് അല്ലാഹു നിന്നെ അങ്ങനെ ആക്കിയിരിക്കുകയാണ്. പടച്ച റബ്ബ് നാളെ പരലോകത്ത് നിന്നെ അങ്ങ് പരാജയപ്പെടുത്തിയാൽ എന്ത് ചെയ്യും മുസ്ലിമേ? എന്ത് ചെയ്യും മുസ്ലിമേ? അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ.
300-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസാ. ഓരോ മാസവും 10 ലക്ഷം രൂപയ്ക്ക് പുറത്തു വേണം പടച്ചവനെ ഇവിടത്തെ ആവശ്യത്തിന് വേണ്ടി. വരുമാനമൊന്നുമില്ലടോ. അല്ലാഹുവേ, അല്ലാഹു ഇഷ്ടപ്പെട്ടവര് കൊടുക്കുന്ന രീതിയിൽ അവരെ കൊടുക്കുന്നതിലൂടെയാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത്. ഇത് ഇഖ്ലാസിന്റെ മുകളിൽ നിൽക്കുന്നതാ, ഇത് തഖ്വയുടെ മുകളിൽ നിൽക്കുന്നതാ. 160 കുടുംബം മാത്രമുള്ള ഈ നാട്ടില് ഇതുപോലെ ഒരു സ്ഥാപനം നിലനിൽക്കുന്നത് അല്ലാഹുവേ ദുആ കൊണ്ടാ, തഖ്വ കൊണ്ടാ. ഇതിന്റെ സ്ഥാപകന്റെ ഇഖ്ലാസിന്റെ മുകളിലാ. പടച്ചവനെ, സംഘാടകർ ബക്കറ്റുമായി മുമ്പിലേക്ക് കടന്നു വരികയാണ്. അഭിനയിക്കേണ്ടവർക്ക് അഭിനയിക്കാം, കാണാത്തവരെ പോലെ ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം, ഉറക്കം നടിക്കേണ്ടവർക്ക് ഉറക്കം നടിക്കാം. നിങ്ങളുടെ ഒരാളുടെയും 5 നയാ പൈസ അല്ലാഹുവിന് വേണ്ട, അല്ലാഹുവിന് ആവശ്യമില്ല. ആവശ്യം നിനക്കാണ് വാപ്പാ. ഉമ്മമാരെ, ആവശ്യക്കാരി നീയാണ്. നബി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? അസ്വദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്, അപകടങ്ങളെ തട്ടിമാറ്റുമെന്ന്. റോഡിലൂടെ നടന്നു പോകുന്നവന്റെ ശരീരത്തിലേക്ക് പാണ്ടിലൂറി വന്ന് കേറുന്ന കാലമാ. റോഡിലൂടെ നടക്കാ പേടിയാടോ? വാഹനത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഭയമാടോ? എങ്ങനെയെല്ലാമാണ് അപകടം വരുന്നതെന്നറിയില്ല. പടച്ചവന് നടന്നു പോകുന്നവര് ഏതൊക്കെ രീതിയിലും അപകടം കടന്നു വരുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സദഖ അതൊക്കെ തട്ടിമാറ്റുമെന്ന്, വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്, ദുരന്തങ്ങളെ തട്ടിമാറ്റുമെന്ന്. ഉമ്മമാര് പറയുന്നു, ഉസ്താദേ, രോഗമാ രോഗമാ, ഏതു മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല. മരുന്ന് വേണോ ഉമ്മ? സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട് സ്വഹാബാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട് സ്വഹാബാ. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുന്നവരാ. ഈ മുതഅല്ലിമീങ്ങളെ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ ഉറക്കം നടിക്കുന്ന വാപ്പാ, പൈസ വെച്ചിട്ട് കൊടുക്കാത്ത പെങ്ങള്, വഅദ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ബൈക്കിൽ പോയപ്പോ പട്ടിയുടെ കോലത്തിലായിരിക്കാം നിനക്ക് പടച്ചവനെ ശിക്ഷ വരുന്നത്. താഴെ വീണു, നേരെ എടുത്തുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുചെന്നു, ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെന്നു. ഐസിയുവിന്റെ അകത്ത് കേറ്റുകയാണ്. ഡോക്ടർ പറഞ്ഞു, സീരിയസ് ആണ്. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാ, നാളെ നേരം വെളുക്കുമ്പോ നിന്റെ പൊന്നാര മകന്റെ കയ്യിൽ ഉമ്മ പൈസ കൊടുത്തിട്ട് പറഞ്ഞു വിടുകയാ, കോളേജിൽ പോകണേ മോനെ. പ്രിൻസിപ്പാൾ ഉസ്താദിനെ കണ്ടിട്ട്, ഈ പൈസ കൊടുത്തിട്ട് നീ ഉസ്താദിനോട് പറയണം, വാപ്പ ഐസിയുവിലാ, സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാ. ഉസ്താദ് മുതഅല്ലിമീങ്ങളെ വിളിച്ചിരുത്തിയിട്ട് ഒന്ന് ദുആ ചെയ്യടേ. അപ്പൊ നിനക്കറിയാ പൈസ കൊടുത്താ രക്ഷപ്പെടുമെന്ന്. അതുകൊണ്ട് വരുന്നതിന് മുമ്പേ ചികിത്സിക്കടോ, വരുന്നതിന് മുമ്പേ തടയടോ. അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഓരോ മനുഷ്യനും നിയ്യത്ത് ചെയ്യണം, പടച്ചവന് മാരകമായ ഏതെങ്കിലും രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടോ? പെങ്ങളെ, ശരീരത്തിൽ ഒരു മുഴ കാണുകയാണ്. ഡോക്ടർ പറയുന്നു, ക്യാൻസറിന്റെ ടെസ്റ്റിനയക്കാ. അപ്പൊ നീ കൊടുക്കാൻ തയ്യാറാകുന്നില്ലേ? എന്തിനാ മോള്? ഇപ്പൊ കൊടുത്താൽ അങ്ങനെ ഒരവസ്ഥ നിനക്ക് അല്ലാഹു വരുത്തില്ലല്ലോ. അതുകൊണ്ട് ശഅബാ മാസമാട്, ബറക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാട്. തലയുടെ മുകളിലും മലക്കുകൾ കാത്തു നിൽക്കുകയാണ്. ഈ മുതഅല്ലിമീങ്ങളായ മക്കൾ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്തു കൊടുത്താൽ, എല്ലാവരുടെ തലയുടെ മുകളിലും ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഈ മക്കൾ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്ത് നിങ്ങൾ ബക്കറ്റിന്റെ അകത്തിട്ടാൽ ആ മലക്ക് ദുആ ചെയ്യും, ഉള്ളതിൽ പങ്കു കൊടുത്തു പടച്ചവനെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. രക്ഷപ്പെട്ടു. പൈസ പോക്കറ്റിന്റെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉറക്കം തൂങ്ങാ, അവനെ കാണുമ്പോൾ ഒരു ചിരി, ഒരൊറ്റ ചിരി തീർന്നു.
പൊട്ടം കളിച്ച അള്ളാഹുവിന്റെ മലക്കുകൾ പറയും, നീ കൊടുത്തിട്ട് ഇവൻ പിടിച്ചു വെച്ചല്ല, ഈ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ, നിന്റെ കാര്യത്തിൽ തീരുമാനമാകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ.